പ്പിച്ചിരുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പണ്ട് കാലത്ത് കുട്ടികൾക്ക് അള്ളാന്റെ ഗുണങ്ങൾ സിഫാത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവിടെയൊക്കെ സർവജ്ഞൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ എന്നിങ്ങനെ വേറെ വേറെ തന്നെ അവരുടെ ദീനിയാത്തിലൊക്കെ പണ്ട് കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്ത് പഠിപ്പിച്ചെന്നല്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം എടുത്തു നോക്കണ്ടേ? ഇനി ഷാർജയിലാണെങ്കിലും അവനാന്റെ നാട്ടിലാണെങ്കിലും പരിസരത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം ഉണ്ടെങ്കിൽ 2ാം ക്ലാസ്സിലെ പുസ്തകം ഒന്ന് എടുത്തു നോക്ക്. ഒഴിവുണ്ടെങ്കിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ 1, 2, 3 പോയിരിക്ക്. എന്താണ് ആ പുസ്തകത്തിൽ പഠിപ്പിക്കണമെന്നറിയാം. ഇത് നത്തോലിന്റെ കണ്ണുപോലെ ഒരു ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. മുമ്പിലിരിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി അവരൊരു പ്രത്യേകമായ അവസ്ഥയിലാക്കിയിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബാക്കി എന്നാലോ ഇപ്പൊ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ സർവജ്ഞൻ എന്ന് കാണൂല. കാണുന്നുണ്ട്. നിങ്ങൾ കാണാത്തോണ്ടാണ്. ഇപ്പം പഠിപ്പിക്കുന്ന പുസ്തകത്തിലും സർവജ്ഞനുണ്ട്, എല്ലാം കാണുന്നവനുണ്ട്, എല്ലാം കേൾക്കുന്നവനുണ്ട്. വേങ്ങരയിൽ വെച്ച് ഈ കളവ് പറഞ്ഞു പോയാൽ രക്ഷപ്പെടുന്ന കരുതി നിങ്ങള് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങൾ ആശയം പറയാം. നിങ്ങൾ വലുതാകാൻ വേണ്ടി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കാൻ പാടില്ല. എല്ലാം കാണുന്നവൻ എന്ന് കാണൂല, അതും കാണുന്നുണ്ട്. എല്ലാം കേൾക്കുന്നവൻ എന്ന് അള്ളാഹിനെ കുറിച്ച് പറയുന്നില്ല, അതും പറയുന്നുണ്ട്. സംഗതി ഇതൊന്നും കേൾക്കാത്തോണ്ടും കാണാത്തോണ്ടും അതൊക്കെ ബുക്കിൽ ഇന്നുണ്ട്. മറിച്ച് അവിടെയൊക്കെ എന്താണ്? കൗനുഹു ഖാദിറ, കഴിവുള്ളവനാവൽ, കൗനുഹു ആലിമ, അറിവുള്ളവനാകൽ, കൗനുഹു സമീഅ, കേൾവിയുള്ളവനാകൽ, കൗനുഹു ബസീറ, കാഴ്ചയുള്ളവനാകൽ. പണ്ട് പഠിപ്പിച്ചതോ എല്ലാം കാണുന്നവനാകൽ, എല്ലാം കേൾക്കുന്നവനാകൽ. എന്തേ നിങ്ങൾക്ക് ഈ തിരുമറി നടത്താൻ നിമിത്തമായ ഒരു തിരുമറി ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന ആശയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമാണ്. അത് നിങ്ങൾക്കൊക്കെ അന്തം വെക്കുന്നതിന് മുമ്പ് ഈ മഹിതമായ ആദർശവും ആശയവും കേരളത്തിന്റെ മണ്ണിൽ സുന്നത്ത് ജമാഅത്തിന്റെ മണ്ണിൽ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മോനെ 2ാം ക്ലാസ്സിലെ ദീനിയാത്ത് വരട്ടെ. 2ാം ക്ലാസ്സിലെ ദീനിയാത്ത് വേഗം സമയമില്ല, വളരെ ചുരുങ്ങിയ സമയമാണുള്ളത്. 2ാം തരത്തിലെ ദീനിയാത്തിനെ ചട്ടേന കാണുന്നത്. ഇനി ആ പാഠം വരട്ടെ. അടുത്തത് 2ാം ക്ലാസ്സിലെ ദീനിയാത്തിലെ 2ാമത്തെ പാഠം, 3ാമത്തെ പാഠം അല്ലാ എന്നൊരു പാഠമുണ്ട്. ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2ാം ക്ലാസ്സിലെ ദീനിയാത്തിലെ അല്ലാ എന്നുള്ള പാഠം, അതിലെ താഴെ അണ്ടർലൈൻ ചെയ്ത് നോക്കി നിങ്ങൾ. അതിൽ എല്ലാം എന്ന വാക്ക് തന്നെയുണ്ട്. എല്ലാം പടച്ചതവനാണ്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അവനാണ്, എല്ലാ കഴിവുകളും നൽകുന്നതവനാണ്, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നതവനാണ് എന്ന് 2ാം ക്ലാസ്സിലെ ദീനിയാത്തിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സദസ്സിലുള്ളവരോട് പറഞ്ഞു, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ എല്ലാം എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ അള്ളാഹ്ക്ക് എല്ലാ കഴിവുണ്ടായിരുന്നു, ഇന്ന് അള്ളാഹ്ക്ക് എല്ലാ കഴിവില്ല എന്ന പച്ചക്കളവ്. ഇനി വരട്ടെ, 3ാം ക്ലാസ്സിലെ പുസ്തകം വരട്ടെ. വേഗം 3ാം ക്ലാസ്സിലെ പുസ്തകം നോക്കി നിങ്ങൾ. ആ 3ാം ക്ലാസ്സിലെ പുസ്തകത്തിലും ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 2ലെ പാഠം വരട്ടെ. 3ാം ക്ലാസ്സിലെ ബുക്കിൽ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് അതിലുള്ളത്? താഴെ നോക്കി നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ സർവശക്തനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനും കേൾക്കുന്നവനുമാണ്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ. അവന് ആരാധ്യനില്ല, അവസാനമില്ല, ആദ്യമില്ല, അവനെന്നൊന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിച്ചു പോറ്റുന്നവനുമാണ്, അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും അവനുണ്ട്. ഒരു പാടത്ത് തന്നെ തസ്ബീഹ് മാലമേൽ എണ്ണാൻ മാത്രമുണ്ട് എല്ലാം. എന്നിട്ട് ഇവരെ വന്നിട്ട് പച്ച കളവ് പറയാ. എല്ലാ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട്
മഹാനായ വേങ്ങര കോയപ്പാപ്പ് ഉൾപ്പെടെയുള്ള ഔലിയാക്കന്മാരെ ഭ്രാന്തന്മാരായി ചിത്രീകരിച്ച് അവർക്കും ഇങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്, കുറച്ച് അള്ളാഹ്ക്കാണ് കഴിവുകളുള്ളത്, ബാക്കിയൊക്കെ ഔലിയാക്കന്മാർക്കാണ് എന്ന കള്ളവാദം ഇവിടെ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഹുസൈൻ സലഫിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. അവസരത്തിനൊത്ത് വാദിക്കുന്ന, അവസരത്തിനൊത്ത് പ്രസംഗിക്കുന്ന ആളെ ഹുസൈൻ സലഫി. സൗദിയിൽ ചെന്നാൽ തൊപ്പിയുണ്ടാവും, മുണ്ടുണ്ടാവും. ദുബായിൽ ചെന്നാൽ മുണ്ടൊഴിവാകും, തൊപ്പിയുണ്ടാകും. നാട്ടിൽ വന്നാൽ ഒന്നും ഉണ്ടാകൂല. പ്രസംഗം